എല്ലാവർക്കും നമസ്കാരം. ഫാമിംഗ് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ത്യാഗരാജൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിലാണ്. ത്യാഗരാജൻ ചേട്ടൻ്റെ വീട്ടിൽ ഗിനി പിഗിനെ വളർത്തുന്നുണ്ട്. നമ്മുടെ അകത്ത് കൂട്ടിൽ നമുക്ക് കാണാൻ പറ്റും ഗിനി പിഗിനെ. അപ്പോൾ ഗിനി പിഗിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഗിനി പിഗിനെ വളർത്തുന്നു. അപ്പോൾ ഒരുപാടധികം നമ്മൾ ഗിനി പിഗിൻ്റെ വീഡിയോ ഇവിടുത്തെ തന്നെ, ഞാൻ വേറെ പുറത്തെങ്കിലും പോയി ചെയ്തിട്ടില്ല. ത്യാഗരാജൻ ചേട്ടൻ ഞാൻ ഒരുപാടധികം വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഇപ്പോഴും വീണ്ടും കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് വിളിച്ചിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഗിനി പിഗിനെ കിട്ടാനുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടധികം ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്യുകയാണ്. ഇപ്പോൾ നല്ലൊരു കളക്ഷൻ ത്യാഗരാജൻ ചേട്ടനിൽ ഉണ്ട് താനും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കാണാം ഗിനി പിഗിൻ്റെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ത്യാഗരാജൻ ചേട്ടാ, ഇപ്പോൾ ഗിനി പിഗിൻ്റെ ഇതെന്താണ്, നമ്മൾ വീഡിയോ ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് ഫോളോ അപ്പ് ഉള്ള ആൾക്കാർ വിളിക്കാറൊക്കെ ഉണ്ടോ? ഉണ്ട്. ഇപ്പോൾ ഒരുപാടധികം ആൾക്കാർക്കും പല സംശയങ്ങളായിട്ട് വന്ന് ചോദിക്കുന്നുണ്ട്. ഗിനി പിഗിനെ കിട്ടാനുണ്ടോ, പിന്നെ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ്, ഇപ്പോഴത്തെ റേറ്റ് എങ്ങനെയാണ്, ഇതിൻ്റെ ആഹാരം എങ്ങനെയാണ്, ആഹാര രീതി എങ്ങനെയാണ്, ഇതിൻ്റെ കൂടെ എങ്ങനെയാണ്, നമ്മളിതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറ ത്യാഗരാജേട്ടാ, ഇതിൻ്റെ ഒരു ആഹാര രീതിക്കാണ് ചേട്ടൻ ഇത് എത്ര ആളായിട്ട് ഇത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ 5 കൊല്ലം കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളമൊക്കെ സെയിൽ ചെയ്തതാണ്? ഞാൻ കണക്ക് വെച്ചിട്ടില്ല, ഇതൊരു 100 ജോഡിയെങ്കിലും കൊടുത്തു കാണും. 100 ജോഡിക്കടുത്ത് കച്ചവടം ചെയ്തതാണ്. എത്ര റേറ്റിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത്? ഞാൻ 700-750 രൂപയ്ക്കായിരുന്നു കൊടുത്തത് ആദ്യം. ഇപ്പം ഞാൻ ഇച്ചിരി കൂടുതലുണ്ടായിട്ട് എൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ കിടക്കുന്നത്, അതിന് ഞാൻ സെയിൽ ചെയ്തിരിക്കുകയാണ്. 500 രൂപ ജോഡി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓ അത് ശരി. ഇപ്പം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 500 രൂപയ്ക്ക് ജോഡിയാണ്. ഓ അത് ശരി. അപ്പം കാർഗോ ആയാലും അയച്ചു കൊടുക്കും. എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കാൻ പറ്റും. കാർഗോ സംവിധാനമൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ചേട്ടാ, എല്ലാം ഒത്തിരി പേര് ചോദിക്കുന്നത് ഇതിന് ആഹാരം സാധാ പോച്ചയാണ്. ഈ മുയിലെ കഴിക്കുന്ന പോച്ചയാണ് മെയിൻ. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കും, ഫ്രൂട്ട്സ് കഴിക്കും, എല്ലാം കഴിക്കും, എല്ലാ ആഹാരം കഴിക്കും. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ആട്ടിനെ കൊടുക്കുന്ന പല്ലറ്റ് വേണമെങ്കിൽ തന്നെയും തൂത്ത് കൊടുത്താൽ കുറച്ച് കഴിക്കും. എങ്കിലും അവർക്ക് ഇഷ്ടമല്ല. പോച്ചയാണ് നല്ല പോച്ച, നല്ല പടപ്പം പോച്ചകൾ, ആ ശരി സാധനങ്ങളാണ് ഇവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലെ ആഹാരങ്ങളെല്ലാം കൊടുക്കാറുണ്ട്. വീട്ടിലെല്ലാം തേങ്ങ എല്ലാം കൊടുക്കും. എല്ലാം കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. മുന്നേ കാന്തി എരിയൊക്കെ തിന്നുന്ന കാന്തിയാണ് കഴിക്കുന്നത്. ഒരു പ്രസവത്തിലേട്ടാ എത്ര കുട്ടികളൊക്കെ കാണും? 3 കുട്ടി. ആദ്യത്തെ പ്രസവത്തിൽ 1, 2 അത്രയൊക്കെ കാണും. 4 ആയാല് കിട്ടാൻ പാടാ. പ്രസവിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെല്ലുമ്പോൾ രാത്രിയിലൊക്കെ ചെല്ലുമ്പോൾ ഇത് പ്രസവിച്ച് ഇങ്ങനെ കിടക്കുകയില്ലേ, അപ്പൊ അതിനെന്തെങ്കിലും ഇത് ചവിട്ടിയൊക്കെ ചെയ്തിട്ട് 3 എണ്ണത്തിൽ കൂടെ നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ഓ അത് കിട്ടത്തില്ല. അപ്പം ഇതിന്റെ പ്രസവ കാലയളവ് എത്ര മാസം? 2-2.5 മാസം വരും. അത്രേ ഉള്ളൂ. 2 മാസം അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേട്ടൻ ഇട്ടേക്കുവാണ്? അല്ല, വേറെ സെപ്പറേറ്റ് ഇടേണ്ടതാണ്. ഞാൻ എൻ്റെ സൗകര്യത്തിന് വെള്ള ഞാൻ വേറെ ഇട്ടിരിക്കുന്നത്. വെള്ള വേറെ ഇട്ടേക്കുന്നുണ്ട്. ഓക്കെ. വെള്ളക്ക് 1000 രൂപയാണ് വെള്ള നമ്മൾ കൊടുക്കും. വെള്ള കുറവാണ്. വെള്ള ആൾക്കാർക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. വെള്ളയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെഡ്. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് കണ്ടാൽ അങ്ങനെ ഇടാൻ പറ്റില്ല. അതിന് എപ്പോഴും അസുഖങ്ങൾ കൂടുതൽ വരുന്നത്. അതൊരു കൂട്ടി 2 എണ്ണം ഇടാം, 1 ജോഡി ഇടാൻ പറ്റും. ഓ ശരി ശരി. അതായത് ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇൻബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കത്തില്ല. അതിനെന്ത് ചെയ്യുന്നത്? അതിന് പ്രത്യേകം കൂടുകളൊക്കെ സെറ്റ് ആക്കും. അങ്ങനെ ചെയ്യണം. ഇത് പ്രെഗ്നന്റായിരിക്കുന്ന സമയത്ത് ഇതിന് അങ്ങനെ ചെയ്യണമെന്നാണ് നമ്മൾ കൂടി ഇടും. ഞാൻ അതാണ് കുട്ടികളെ വേറെ വെച്ചിരുന്നത്. ഓ ശരി. കുട്ടികളെ അടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ഇവര് ഭയങ്കര ഓട്ടമൊക്കെ എടുത്ത് അങ്ങോട്ട് പോകും. ഓ ശരി. നമുക്ക് കണ്ടാലോ കുട്ടികൾ? എത്ര കുട്ടികളുണ്ടോ? ഇതൊരു 35 എണ്ണം വിളിക്കും. ഇത് ജോഡി എന്തോ വില വരും? ഞാൻ 800 രൂപ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ സെയില് കുറച്ചിരിക്കുക, ഇപ്പൊ റേറ്റ് കുറച്ചിരിക്കുക. അപ്പൊ ഞാൻ ഒരു ജോഡി 500 രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. 500 രൂപ വെച്ച്. ഇപ്പൊ 500 വെച്ചാണ് കൊടുത്തത്. ഇത് പ്യൂർ വൈറ്റ് ആയിട്ടുള്ള, നേരത്തെ ഇല്ലായിരുന്നല്ലോ വൈറ്റ് കുറവാണ്. ഈ പ്യൂർ വൈറ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിന് കൂടുതൽ ആൾക്കാർ 1000 രൂപയാണ് ജോഡി. വൈറ്റ് ജോഡി 1000 രൂപയാണ്. മറ്റേത് ഒരുപാട് ആവശ്യക്കാരുണ്ട്. എന്റെ വൈറ്റ് എല്ലാം എന്റെ വിറ്റുപോയി. എന്റെ ഇല്ല, വൈറ്റ് എന്റെ കയ്യിൽ കുറവാണ്. കടിക്കുണ്ടോ ഇത്? ഇല്ല, കടിക്കത്തില്ല. ഇതൊരു മുയലിന്റെ കണക്കില്ലേ? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ട ഒരു എലിയുടെ ഒക്കെ കണക്കിരിക്കും അല്ലേ? ഇത് കടിക്കുന്ന പല്ലൊക്കെ ഉണ്ടോ? മുട്ടൻ പല്ല, കടിക്കത്തൊന്നുമില്ല.
ആ ശരിയാ, മുയലിൻ്റെ കണക്ക് പല്ലാണ്ട. വായിക്കൊണ്ട് വെച്ചു കൊടുക്കരുത്, ഇതിനൊക്കെ മുട്ടം പല്ല. എന്തൊക്കെയാണ് ആഹാരം കൊടുക്കുന്നതിന്? അങ്ങനെ പോച്ചയാണ് കൂടുതലും. പിന്നെ പുല്ലുകൾ, വീട്ടിലുള്ള ആഹാരം എല്ലാം കൊടുക്കാറുണ്ട് ഞാൻ. ചോറ്, പല്ലറ്റ്, ആ രീതിയിലുള്ള ആഹാരങ്ങളെല്ലാം കൊടുക്കാറുണ്ട്. പോച്ചയാണ് മെയിൻ. ഓ ശരി. രണ്ടെണ്ണം പുറത്തിട്ടിരുന്നേ അവന്. ഓ 2 വൈറ്റ്, അത് മെയിലും ഫീമെയിലും ആണ്. ആ മെയിലും ഫീമെയിലോ. ഇപ്പൊ ഒരു പ്രഗ്നന്റ് ഡാൻസ് വന്നു. ഓ ശരി ശരി. നമ്മൾ നേരത്തെ എടുക്കുന്ന ഒത്തിരി കുട്ടികളായല്ലേ? ഒത്തിരി. നമ്മൾ കുറച്ച് വിറ്റ് വിൽക്കൊണ്ടിരിക്കുകയാണ്. തോന്നുന്നുണ്ട് അത് വൈറ്റാ. വൈറ്റ് ഒത്തിരി ഉണ്ടല്ലേ? വൈറ്റ് ഇപ്പൊ ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല. വൈറ്റ് എനിക്ക് വേറെ കുറച്ച് ഓർഡർ ഉണ്ട്. ഇതെല്ലാം അപ്പോൾ ഇത് രണ്ടുമാണ് ഇടയിൽ. ഇത് വൈറ്റ്, ഇത് അല്ലാതെ കളർ മിക്സ് കണ്ട്. പിന്നെ ഈ വൈറ്റും ഈ ഒരു കളറും അല്ലാതെ വേറെ കളറുകൾ വരുമോ? ഒത്തിരി, ഇതിന്റെ എല്ലാ കളറും ഉണ്ട്. ഓ അങ്ങനെ കളർ മിക്സ് ചെയ്ത്. തനി ബ്ലാക്ക് ഒക്കെ വരുമോ? തനി ബ്ലാക്ക് വരത്തില്ല. മിക്സിംഗ് കളറാണ് കൂടുതൽ. വൈറ്റ്, തനി വൈറ്റ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെഡ് കണ്ണായിരിക്കും അല്ലേ? റെഡ് കണ്ണ. ഓ നൈസ്. ഇതിനാണ് ഭയങ്കര മാർജിൻ, ഭയങ്കര ആൾക്കാർ ആവശ്യക്കാർ. ഓ ശരി. ഇത് നല്ല രീതിയിൽ പൂർ വൈറ്റാണ് കിട്ടും. ഇതിപ്പോ ഇച്ചിരി ഒരു അഴുക്കടപ്പുണ്ടല്ലേ, അതിനകത്ത് കിടന്ന് കളിക്കുന്നുണ്ട്. ഓ ശരി ശരി ശരി. തോനെ ഉണ്ടായിട്ടേ പിന്നെ ആർക്കെങ്കിലും കൊടുക്കുവാണെങ്കിൽ ഒന്നുകൂടെ ഷാപ്പ് ചെയ്ത് കൊടുക്കും. നല്ല വൈറ്റ് ആവും. ഓക്കെ.